ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലിൽ. രാത്രികളിലെ ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ കാണുവാനായി നമുക്ക് സാധിക്കും. നമ്മുടെ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം ഉൾപ്പെടുന്ന സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഗ്രഹങ്ങളും അവയെ ചുറ്റി നിൽക്കുന്ന അനേകം വലയങ്ങളും. വലയങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമായി തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ശനിയുടെ അതിഗംഭീരമായ വലയങ്ങളുമായിരിക്കും. എന്നാൽ പക്ഷേ സൗരയൂഥത്തിലെ തന്നെ അവസാനത്തെ 4 ഗ്രഹങ്ങൾക്കും കൂടാതെ ചില ഉൽക്കകൾക്കും കുള്ളൻ ഗ്രഹങ്ങൾക്കും പോലും ഈ വലയങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ വലയങ്ങളുള്ള ഒരു കുള്ളൻ ഗ്രഹമാണ് കൊവാർ. എന്നാൽ കൊവാറിൻ്റെ വലയങ്ങൾ തീർത്തും അസാധാരണമായ ഒന്നാണ്. നമ്മുടെ ഇന്നത്തെ ശാസ്ത്രധാരണകളെ പോലും ചോദ്യം ചെയ്യുവാൻ തരത്തിലുള്ള വിചിത്രമായ ഒന്ന്. നിലവിലെ അറിവുകൾ അനുസരിച്ച് ഈ വലയങ്ങൾ സത്യത്തിൽ ഇവിടെ ഉണ്ടാകുവാനായി പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ശാസ്ത്ര നിഗൂഢതയുമാണ്. അപ്പോൾ എന്താണ് ഈ വലയങ്ങൾ? അവയ്ക്ക് പിന്നിലുള്ള നിഗൂഢതകൾ എന്തെല്ലാമാണ്? ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറയുകയാണെങ്കിൽ 2002 കൊവാറിനെ നമ്മൾ ആദ്യമായി കണ്ടെത്തുന്നത്. ഇത് നെപ്റ്റ്യൂണിനും അപ്പുറം കൂപ്പർ ബെൽറ്റിലൂടെ സൂര്യനെ വലയം വയ്ക്കുകയായിരുന്നു. നമ്മുടെ സൂര്യനിൽ നിന്നും ഏകദേശം 652 കോടി കിലോമീറ്ററുകൾക്കും അപ്പുറം, അതായത് പ്ലൂട്ടോയേക്കാൾ 120 കോടി കിലോമീറ്ററുകൾക്കും അപ്പുറം സൂര്യനെ നിരന്തരമായി വലയം വയ്ക്കുന്ന ഒരു ആകാശഗോളമായിരുന്നു കൊവാർ. ഇതിനെ കണ്ടെത്തിയപ്പോൾ തന്നെ നമ്മുടെ ശാസ്ത്രലോകം ആദ്യം ചിന്തിച്ചത് ഇത് സൗരയൂഥത്തിലെ 9ാമത്തെ ഗ്രഹമായ പ്ലാനറ്റ് നെയ്ൻ ആയിരിക്കുമെന്നായിരുന്നു. പ്ലൂട്ടോ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടുവെങ്കിലും നമ്മുടെ സൗരയൂഥത്തിൽ 9 ഗ്രഹങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ശാസ്ത്രലോകം ഇന്നും വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ കണ്ടെത്താത്ത എന്തോ ഒരു വിചിത്ര വസ്തുവിൻ്റെ ഗുരുത്വാകർഷണ ബലം കൂപ്പർ ബെൽറ്റിലുള്ള വസ്തുക്കളെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെ നമ്മൾ കണ്ടെത്തിയതും ഇതേ മാർഗത്തിലൂടെ തന്നെയായിരുന്നു. നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെ നമ്മൾ കണ്ടെത്തുന്നതിനും അനേകം വർഷങ്ങൾക്ക് മുൻപ് തന്നെ മാത്തമാറ്റിക്സിൻ്റെ സഹായത്തോടുകൂടി അങ്ങനെ അവിടെ ഒരു ഗ്രഹം ഉണ്ടായിരിക്കാമെന്ന് നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേരുകയുണ്ടായിരുന്നു. കാരണം യുറാനസിൻ്റെ ഓർബിറ്റിനെ കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ എന്തോ ഒരു വസ്തുവിൻ്റെ ഗുരുത്വാകർഷണ ബലം യുറാനസിൻ്റെ ഓർബിറ്റിനെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയുണ്ടായി. അങ്ങനെ ഇതിൽ നിന്നും നടത്തിയ പഠനങ്ങളിലൂടെയായിരുന്നു നമ്മൾ നെപ്റ്റ്യൂണിനെ കണ്ടെത്തുന്നതും. കൂപ്പർ ബെൽറ്റിൽ ഇങ്ങനെയൊരു വസ്തുവിനെ ആദ്യമായി കണ്ടെത്തിയപ്പോൾ തന്നെ നമ്മുടെ ശാസ്ത്രലോകം വിചാരിച്ചതും ഇത് തന്നെയായിരുന്നു. നമ്മുടെ സൗരയൂഥത്തിലെ 9ാമത്തെ ഗ്രഹമായ പ്ലാനറ്റ് നെയ്ൻ ആയിരിക്കാമെന്ന്. പക്ഷെ പിന്നീട് നടത്തിയ നിരീക്ഷണങ്ങളിൽ ഇത് വളരെ ചെറിയൊരു വസ്തുവാണെന്ന് മനസ്സിലാക്കുകയുണ്ടായി. ഏകദേശം 1100 കിലോമീറ്റർ വ്യാസമുള്ള കൊവാറിന് പ്ലൂട്ടോയുടെ പകുതി വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2007 ഇതിന് 170 കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള വെയ്വോട്ട് എന്നൊരു ചെറിയ ഉപഗ്രഹവും ഉണ്ടെന്നുള്ളത് കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ 2021 ആയപ്പോഴേക്കും കൊവാറിൻ്റെ അന്തരീക്ഷം പഠിക്കുവാനായി ശാസ്ത്രജ്ഞർ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. ഒരു നക്ഷത്രത്തിന് മുന്നിലൂടെ ഒരു വസ്തു കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രകാശം മങ്ങുന്നത് നിരീക്ഷിക്കുന്ന ഈ പ്രതിഭാസത്തെ സ്റ്റെല്ലാർ ഒക്കൾട്ടേഷൻ എന്ന് വിളിക്കുന്നു. കൊവാർ ഒരു നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോയപ്പോൾ അതിന് തൊട്ടു മുൻപും ശേഷവുമുള്ള നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൽ നേരിയ മങ്ങൽ രൂപപ്പെടും. ഇത് കൊവാറിന് ചുറ്റും വളയങ്ങൾ ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു. പിന്നീട് പഴയ ഡേറ്റകൾ പരിശോധിച്ചപ്പോൾ അതിലും ഇതേ തെളിവുകൾ കണ്ടെത്തുവാനായി സാധിച്ചു. അങ്ങനെയായിരുന്നു കൊവാറിന് വളയങ്ങളുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിൽ ശാസ്ത്രലോകം എത്തിച്ചേർന്നതും. ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മറ്റു വലയങ്ങളിൽ നിന്നും ഇതിനെ തീർത്തും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ സ്ഥാനമായിരുന്നു. ഈ വലയങ്ങൾ കൊവാറിൽ നിന്നും വളരെ ദൂരെയായിട്ടായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമെന്ന് അറിയണമെങ്കിൽ വലയങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കണം.
സാധാരണയായി ഒരു ഗ്രഹത്തിൻ്റെ ശക്തമായ ആകർഷണ ശക്തിക്ക് അടുത്തു വരുമ്പോൾ ചെറിയ വസ്തുക്കൾ ചിന്നിത്തെറിച്ചാണ് വലയങ്ങൾ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ ഒരു വസ്തുവിന് ചിന്നിത്തെറിക്കുവാൻ കഴിയുന്ന പരിധിയാണ് റോഷ് ലിമിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സാധാരണയായി ഈ പരിധി എല്ലാ ഗ്രഹത്തിൻ്റെയും ആരം അല്ലെങ്കിൽ റേഡിയസിൻ്റെ 4 ഇരട്ടിയായിരിക്കും. അതായത് എല്ലാ ഗ്രഹങ്ങളിലും വലയങ്ങൾ ഈ റോഷ് ലിമിറ്റിനുള്ളിലായിരിക്കണം രൂപം കൊള്ളേണ്ടത്. പക്ഷെ ക്വാറിൻ്റെ വലയങ്ങൾ അതിൻ്റെ 7 ഇരട്ടി അകലെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം 4100 കിലോമീറ്ററുകൾക്കും അപ്പുറം. സാധാരണഗതിയിൽ റോഷ് ലിമിറ്റിനും അപ്പുറം വലയങ്ങൾ ഉണ്ടാകുന്നത് അസാധ്യമായ കാര്യമൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന വലയങ്ങൾ വളരെ അസ്ഥിരമായ ഒന്നായിരിക്കും. കാരണം ഇത്രയും ദൂരത്തിൽ ഗ്രഹത്തിൻ്റെ ആകർഷണ ശക്തി വളരെ കുറവായതിനാൽ തന്നെ ഈ വലയങ്ങൾ കാലക്രമേണ ഒന്നിച്ചു ചേർന്ന് ഒരു ഗ്രഹമായി മാറേണ്ടതാണ്. പ്രത്യേകിച്ചും ക്വാറിൻ്റെ നേർത്ത വലയങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഗ്രഹമായി രൂപം കൊണ്ടുവരേണ്ടതായിരുന്നു. പക്ഷേ ശാസ്ത്രലോകം വിശദമായ ഡേറ്റകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാകുകയുണ്ടായി. ഈ വലയങ്ങൾ കഴിഞ്ഞ അനേകം വർഷങ്ങളായി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഈ പ്രതിഭാസത്തെ ഇത്രയും വിചിത്രമാക്കുന്നതും. റോഷ് ലിമിറ്റിന് പുറത്ത് എങ്ങനെ ഈ വലയങ്ങൾ സ്ഥിരമായി നിലകൊള്ളുന്നു? ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് ശാസ്ത്രലോകത്തിന് ഇന്നും ഒരു നിഗൂഢമായ രഹസ്യമാണ്. ചില സൈദ്ധാന്തികമായ ആശയങ്ങൾ മാത്രമാണ് മുൻപോട്ട് വന്നിട്ടുള്ളത്. അതിലൊന്നാമത്തതാണ് ഒരുപക്ഷെ ഓർബിറ്റൽ റെസൊണൻസ് കൊണ്ടായിരിക്കാം ഇങ്ങനെ സാധിക്കുന്നത്. ഈ വലയങ്ങൾ ക്വാറുമായിട്ടോ അതിൻ്റെ ഉപഗ്രഹമായ വോയ്വോട്ടുമായോ ഓർബിറ്റൽ റെസൊണൻസ് എന്ന പ്രതിഭാസത്തിലായിരിക്കാം. ഇത് 2 വസ്തുക്കളുടെ ഭ്രമണപഥങ്ങളെ സ്ഥിരമായി നിലനിർത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് നെപ്റ്റ്യൂൺ 3 തവണ സൂര്യനെ വലയം വയ്ക്കുമ്പോൾ പ്ലൂട്ടോ 2 തവണ സൂര്യനെ വലയം വയ്ക്കുന്നു. ഇങ്ങനെയൊരു താളത്തിലായിരിക്കാം ക്വാറിൻ്റെ വലയവും നിലനിൽക്കുന്നത് എന്നതായിരുന്നു ഒരു ആശയം മുൻപോട്ട് വന്നത്. രണ്ടാമതായി മുൻപോട്ട് വന്ന ആശയം ഇതായിരുന്നു: ഒരുപക്ഷെ ക്വാറിന് ചുറ്റുന്ന മറ്റു പല ഉപഗ്രഹങ്ങളും കാണപ്പെടുന്നുണ്ടായിരിക്കാം എന്നതായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഇന്നുവരെ കണ്ടെത്താത്ത ചെറിയ ചെറിയ ഉപഗ്രഹങ്ങൾ ക്വാറിനെ ചുറ്റുന്നുണ്ടെങ്കിൽ ഈ ഉപഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ ബലം ഈ വലയങ്ങളെ സ്ഥിരമായി നിലനിർത്തുവാൻ ഒരുപക്ഷെ സഹായിക്കുന്നുണ്ടായിരിക്കാം എന്നതായിരുന്നു രണ്ടാമതായി വന്ന വിശദീകരണം. മൂന്നാമതായി മുൻപോട്ട് വന്ന ആശയം ഇതായിരുന്നു: ഒരുപക്ഷെ റോഷ് ലിമിറ്റ് നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ നമുക്ക് വന്ന ഒരു പാകപ്പിഴയായിരിക്കാം ഇതെന്നായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ക്വാറിൻ്റെ വലയങ്ങൾ നമ്മുടെ ബഹിരാകാശത്തെക്കുറിച്ചുള്ള അറിവുകളെ മറികടക്കാൻ സാധ്യതയുള്ള ഒരു വലിയ നിഗൂഢതയായി ഇന്നും നിലനിന്ന് പോരുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചം നിഗൂഢതകൾ കൊണ്ട് നിറഞ്ഞ ഒന്നാണ്. ഈ പ്രതിഭാസത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോഴേക്കും അത് പുതിയൊരു ചോദ്യത്തിലേക്കുള്ള വാതിലും തുറന്നു തരികയും ചെയ്യും. ക്വാറിൻ്റെ ഈ വിചിത്രമായ വലയങ്ങൾ നമ്മുടെ ശാസ്ത്ര ധാരണകൾക്കുമപ്പുറം പുതിയ കാര്യങ്ങൾ ചിന്തിപ്പിക്കുവാനായി നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഈ വലയങ്ങൾ നിലനിൽക്കുന്നതിന് പിന്നിലുള്ള കാരണം നമ്മൾ കണ്ടെത്തുമ്പോൾ ഇതുവരെ നമ്മൾ അറിയാത്ത പുതിയൊരു ബഹിരാകാശ നിയമത്തെക്കുറിച്ചുള്ള സൂചനയുമായിരിക്കും അത്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും തണുത്തുറഞ്ഞതും വിദൂരവുമായ ഒരു കോണിൽ ശാസ്ത്രത്തിൻ്റെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി ക്വാർ ഇപ്പോഴും നിലനിന്ന് പോരുന്നു. ക്വാറിനെ കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പറയുക. അതുപോലെ തന്നെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.